ഡിയേഴ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെടികളുടെ സെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലൊക്കെ സെയിലായിട്ടുണ്ട്. ഒരു 3-4 ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ വിലക്കാണ് ചെടികളൊക്കെ കൊടുക്കാറുള്ളത്. ഒരുപാട് റേറ്റ് ഒന്നും ഒരു ചെടിക്ക് വിടാറില്ല. അപ്പം ഈ കാണുന്ന അഗ്ലോണിമ ഉണ്ടല്ലോ, നല്ല ടൈപ്പ് ഒരു അഗ്ലോണിമയാണ് കേട്ടോ. എൻ്റെ ഒരു തൈ നല്ലൊന്നും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഒരു നെയ്ബർ തന്നാണ് കേട്ടോ അത്. അവർ വീട്ടിൽ താറാവിനെ വാങ്ങിയപ്പോൾ ഇതിന് ഫുൾ ഇലകളും താറാവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുള്ള് കടിച്ച് നാശാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ, ഈ കുഴിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിത് അയച്ചു കൊടുക്കുന്ന സമയത്ത് ചില പേർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ താറാവ് കടിച്ചാണെങ്കിൽ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ലീഫൊക്കെ വന്ന് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ചെറിയ റേറ്റിനൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വളരും അത്. ഞാനും ഫുള്ളായിട്ട് നട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഇതേപോലെ അയച്ചു കൊടുത്തു, ബാക്കി ഫുള്ളായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് കൊടുക്കുക. ഏത് ചെടികളായാലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, എൻ്റെ കയ്യിലുള്ള ചെടികളാണെങ്കിൽ ഞാൻ തരും. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. കുറച്ച് കലാത്തീൻ്റെ ചെടികളൊക്കെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ട് ലേശം കലാത്തി ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കലാത്തികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചട്ടികളിലേക്ക് സെപ്പറേറ്റ് ആക്കി നടാൻ വേണ്ടിയിട്ട് മണ്ണ് റെഡിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ അത്. എനിക്കങ്ങനെ ആണെങ്കിൽ കൊടുക്കാനും എളുപ്പമായിരിക്കും. ആവശ്യക്കാർക്ക് ചെറിയ വിലക്ക് തന്നെ കൊടുക്കാമല്ലോ. നമുക്കും ഒരു ഉപകാരമാണ്, വാങ്ങുന്നവർക്കും ഒരു ഉപകാരമാണ്. എനിക്ക് ചെറിയ ഇതിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പം ചെടി ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ റേറ്റിന് കടകളിലൊന്നും കിട്ടൂല. നമുക്കറിയാം, കടകളിൽ പോയാലും ചെടിക്ക് ഭയങ്കര റേറ്റാണ്. അപ്പം ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചെടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലക്ക് തന്നെ കിട്ടുമല്ലോ. വീഡിയോ കുറേ ദിവസമായി ഇങ്ങനെ കുറച്ച് റെക്കോർഡ് ചെയ്യും, കുറച്ച് അങ്ങോട്ടൊക്കെ കളിക്കും കേട്ടോ. ഞാൻ പനി പിടിച്ചു, എനിക്ക് പനി പിടിച്ചു, മക്കൾക്ക് ഒരു പനി സീസണാണല്ലോ ഇപ്പോൾ. അപ്പം അങ്ങനെ കുറേ തിരക്കിൽ പെട്ടു. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്ന് ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിച്ചത് വാങ്ങാൻ കിട്ടും. അതും ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചാലിലുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് അങ്ങനെ നല്ല മണ്ണാണ് കേട്ടോ. നല്ല വെള്ളം ഊർന്നതാണ്, നല്ല മണ്ണാണ്. പക്ഷേ ചകിരിച്ചോടും വളമൊക്കെ കൂട്ടണം എന്നേ ഉള്ളൂ. ഞാൻ എല്ലാ ചെടികളും ആയി തന്നെ നടൽ. ഇവിടെ എല്ലാ വർഷവും നമ്മളെ ചാല് ക്ലീൻ ചെയ്യുമല്ലോ, മുമ്പിലുള്ള ഓവ് ചാല്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ മുറ്റത്ത് മണ്ണ് കൊണ്ട് ഇടിയിക്കാറാണ് പതിവ്. അപ്പം അതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെടികൾ നല്ലോണം ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഞാനൊന്ന് ചട്ടി മാറ്റി കൊടുക്കുകയാണ്. കാരണം ചട്ടിക്ക് ചെറിയ ചട്ടിയാണ്. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പിരിച്ച് വെച്ചാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ തന്നെ മഴക്കാലത്ത് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് നമ്മൾ കലാത്തിയാണ്, അഗ്ലോണിമയാണ് വെച്ചാൽ വല്ലാണ്ട് പരിചരിച്ച് അങ്ങനെ ഇതാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല പോട്ടി മിക്സൊക്കെ ആക്കിയിട്ട് നല്ല വളമൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ തന്നെ വേറെ പ്രത്യേക പരിചരണങ്ങളില്ലാതെ തന്നെ അടിപൊളിയായിട്ട് വളരുന്ന സാധനമാണ് കലാത്തിയും അഗ്ലോണിമയൊക്കെ. ഞാൻ എൻ്റെ ചെടികളൊക്കെ അങ്ങനെയാണ് ചെയ്യുക. എപ്പോഴെങ്കിലും ഞാനൊരു ചെടി നല്ലോണം പരിചരിച്ചാൽ ആ ചെടി ഇല്ലാതാവുക ചെയ്യട്ടോ. ഫുള്ള് ചീഞ്ഞ് പോവാറാണ് പതിവ്. അപ്പം എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് വളം ഇട്ട് കൊടുക്കൽ, എങ്ങനെ ഇതാക്കലെന്നൊക്കെ. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യലില്ല. അതേപോലെ കുഴിച്ചിടുന്ന സമയത്ത് വളമിടും. എപ്പോഴെങ്കിലും DAP ഒക്കെ ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യലില്ല. ചാണകപ്പൊടി ഉപയോഗിച്ചാൽ ചെടികൾ പുല്ല് നിറയും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ചാണകപ്പൊടി ഉപയോഗിക്കുകയില്ല. ഫുള്ള് ആട്ടിൻ്റെ കാഷ്ടത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുക. നമുക്കുള്ളതിന് വേറെ ആൾക്ക് നമ്മൾ കുറഞ്ഞ റേറ്റിന് കൊടുക്കുമ്പം അവർക്ക് ഉള്ള സന്തോഷം, നമ്മളെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ കുറേ ചെടികളുണ്ടാകുമ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ വേറെ തന്നെ അല്ലേ. ഇത് ഞാനിതേ പറഞ്ഞ പോലെ അതിൽ പെട്ടത് അഗ്ലോണിമയാണ് കേട്ടോ. അത് കാണുന്നത് അത് ഞാൻ നല്ലോണം പരിചരിച്ച് കൊടുത്ത അഗ്ലോണിമയായിരുന്നു. അത് ചീഞ്ഞ് പോകുന്നതിൻ്റെ വക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിലായി കൊണ്ടുവന്നതാണ് ഞാൻ. അപ്പോൾ അധികം കെയറിങ് കൊടുക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ചെടി നന്നായിട്ടുണ്ടാകും. അങ്ങനത്തെ അനുഭവമുള്ളവർ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയെ അധികം പരിചരിച്ചാൽ അത് ചീഞ്ഞ് പോവുകയോ ഉണങ്ങി പോവുകയോ എന്തെങ്കിലും ആവാതിരിക്കില്ല. ഈ ഒരു ചെടീൻ്റെ തൈയൊക്കെ കുറേ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ, ഇതില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ കുറഞ്ഞ റേറ്റിന് തന്നെ കൊടുക്കണമായിരിക്കും. അപ്പം ഇത് മണ്ണിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ. ഈ ചെടി ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഇത് മണ്ണിലായിരുന്നു ഞാൻ കുഴിച്ചിട്ടത്. അതൊക്കെ ഇപ്പോൾ ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിലുള്ള ചെടി ഞാൻ വേറെയിലേക്ക് വെച്ചിട്ട് ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. മണ്ണിൽ നമ്മൾ ഈ അഗ്ലോണിമയും കലാത്തിയൊക്കെ നടുകയാണെങ്കിലും നല്ലോണം ഉണ്ടാവും കേട്ടോ.
ഇതിപ്പോൾ ഞാൻ മണ്ണിൽ നട്ടതാണ്, ഒരു മുരട നട്ടത്. പക്ഷെ അതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായി വന്ന്. അതിപ്പോൾ ഞാൻ ആ ചട്ടിക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കി കൊടുക്കണം, കാരണം ചെടി കുഴിച്ചിട്ട് ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കരുത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി മുറ്റത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട്, കാരണം ഭയങ്കര എല്ലാവർക്കും പനിയാണ്. ചെറുതിന് കുറേ ദിവസമായി പനിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി മുറ്റത്തേക്ക് ഇറങ്ങിയത്, ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഓർഡർ കിട്ടിയ സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു. മഴയില്ലാത്ത ദിവസം ഇതേപോലെ ജസ്റ്റ് നന്നാക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ എൻ്റെ കുറച്ച് അഗ്ലോണിമകളൊക്കെ മാറ്റി നടാനുള്ളതും ഒക്കെ ഈ ഒരു ടൈമിലാണല്ലോ നമുക്ക് മാറ്റി നടാനൊക്കെ പറ്റിയൊരു സമയം എന്ന് പറഞ്ഞാൽ. മഴക്കാലമാണല്ലോ, വേഗം പിടിക്കും. ഇനി കൊമ്പ് കുത്തി വളർത്തുന്ന സംഭവങ്ങളായാലും അത് നട്ടിട്ട് മഴത്തവിടെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മുളച്ച് തെളുത്ത് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയണവരായിരിക്കും, ഞാനും ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. കണ്ടോ, അതൊക്കെ ഒരു വ്യത്യസ്ത അഗ്ലോണിമകളായിരുന്നു. പക്ഷേ എന്താ പറയുക, അത് ഞാനൊന്ന് ചട്ടി ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ജസ്റ്റ് വെറും മണ്ണിൽ അങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ ചിലരുണ്ടാവും വിചാരിക്കണത് ഇതിലിപ്പോൾ എന്താ അത്ര ഇഷ്ടപ്പെടാനുള്ളത്, ലൈക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ലല്ലോ ഇതിലെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ നിർബന്ധിച്ച് പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ എനിക്കൊരു ഉപകാരമായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.